ഹായ് ഓൾ, നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ ടെക്നിക്സ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 2 വീഡിയോയിലായിട്ട് നമ്മൾ ട്രഡീഷണൽ മെത്തേഡ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആവറേജ് റേറ്റ് ഓഫ് റിട്ടേൺ ആണ് ലാസ്റ്റ് ഇട്ട വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് മോഡേൺ ടെക്നിക്സ് ആയിട്ടുള്ള നെറ്റ് പ്രസന്റ് വാല്യൂവും അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും ഡിസ്കസ് ചെയ്യാം. IRR അടുത്ത വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്താണ് നെറ്റ് പ്രസന്റ് വാല്യൂ അല്ലെങ്കിൽ NPV? Net present value is the difference between present value of cash inflow and present value of cash outflow. അപ്പോൾ നമ്മുടെ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോയും ഡിസ്കൗണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോയും തമ്മിലുള്ള ഡിഫറൻസിന് പറയുന്നതാണ് നെറ്റ് പ്രസന്റ് വാല്യൂ. ആനുവൽ ഇൻഫ്ലോ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അത് പ്രസന്റ് വാല്യൂ ആക്കാനായിട്ട് ഒരു പ്രസന്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. എന്നിട്ട് ആ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആ ഒരു വാല്യൂന്ന് പറയുന്നതാണ് പ്രസന്റ് വാല്യൂ. അങ്ങനെ കിട്ടിയേക്കുന്ന എല്ലാത്തിൻ്റെയും ടോട്ടൽ നമ്മൾ എടുക്കണം. എന്നിട്ട് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് കമ്പയർ ചെയ്യണം. ആ കമ്പയർ ചെയ്ത് കിട്ടുമ്പോൾ ഉള്ള ഡിഫറൻസിനെയാണ് നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂ എന്ന് പറയുന്നത്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടെ മനസ്സിലാവും. അതിനു മുമ്പ് നമ്മളിവിടെ എടുക്കുന്ന പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഏണിങ്സ് എന്ന് പറയുന്നത് ആഫ്റ്റർ ടാക്സ് ബിഫോർ ഡിപ്രീസിയേഷൻ ആണ്. അതായത് പേ ബാക്ക് പീരീഡ് നമ്മൾ ചെയ്തപ്പം ആഫ്റ്റർ ടാക്സ് ബിഫോർ ഡിപ്രീസിയേഷൻ ആയിരുന്നു എടുത്തത്. പക്ഷെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണിന്റെ കേസിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആഫ്റ്റർ ടാക്സ് ആൻഡ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ വരുന്നത്. നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും ആക്കണ്ട. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ടെക്നിക്സിനകത്ത് ആകെ ആവറേജ് റേറ്റ് ഓഫ് റിട്ടേണിന് മാത്രമേ ആഫ്റ്റർ ടാക്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആയിട്ട് വരുന്ന ഏർണിങ്സ് എടുക്കത്തുള്ളൂ, കൺസിഡർ ചെയ്യത്തുള്ളൂ. ബാക്കി എല്ലാത്തിലും ആഫ്റ്റർ ടാക്സ് ബിഫോർ ഡിപ്രീസിയേഷൻ ആണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ നെറ്റ് പ്രസന്റ് വാല്യൂ കൺസിഡർ ചെയ്യുമ്പോഴും നമ്മൾ ഇവിടെ എടുക്കുന്ന ഏർണിങ്സ് എന്ന് പറയുന്നത് ആഫ്റ്റർ ടാക്സ് ബിഫോർ ഡിപ്രീസിയേഷൻ ആണ്. അപ്പോൾ നമ്മൾ പേ ബാക്ക് പീരീഡ് ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ തന്നെ അത് കണ്ടുപിടിക്കാനായിട്ട് പ്രോഫിറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള വാല്യൂവിന്റെ ഇത്ര ശതമാനമായിരിക്കും ടാക്സ് വരുന്നത്. അതുകൊണ്ടാണ് പ്രോഫിറ്റിൽ നിന്ന് ആദ്യം നമ്മൾ ഡിപ്രീസിയേഷൻ ലെസ് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾക്ക് തരുന്നത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആൻഡ് ഡിപ്രീസിയേഷൻ ആണെങ്കിൽ നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ള വാല്യൂ ആണ് അത് തന്നിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഡിപ്രീസിയേഷൻ കണ്ടുപിടിച്ചിട്ട് ആഡ് ബാക്ക് ചെയ്താൽ നമ്മുടെ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ഏർണിങ്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഏർണിങ്സ് ബിഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് ആണ് തരുന്നതെങ്കിൽ നമ്മൾ ആദ്യം അതിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറയ്ക്കണം. എന്നിട്ട് അതിന് ഇത്ര ശതമാനം എന്നും പറഞ്ഞ് ടാക്സ് കുറയ്ക്കണം. അപ്പം നമുക്ക് പ്രോഫിറ്റ് ആഫ്റ്റർ ചാർജിങ് ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് കിട്ടും. എന്നിട്ട് എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ബിഫോർ ഡിപ്രീസിയേഷൻ ആയിട്ടുള്ള ഏർണിങ്സ് കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ നെറ്റ് പ്രസന്റ് വാല്യൂ പോസിറ്റീവ് ആണെങ്കിൽ മാത്രമേ ആ ഒരു പ്രപ്പോസൽ അല്ലെങ്കിൽ പ്രോജക്റ്റ് അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. അപ്പം എന്താ, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എപ്പോഴും കൂടി നിൽക്കണം. എന്തിനെക്കാട്ടിലും ക്യാഷ് ഔട്ട്ഫ്ലോനെക്കാട്ടിലും കൂടി നിന്നാൽ മാത്രമേ നമ്മൾ ആ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇൻ കേസ് ഓഫ് 2 or more പ്രോജക്റ്റ് അല്ലെങ്കിൽ പ്രപ്പോസൽ രണ്ടിലധികമോ അല്ലെങ്കിൽ മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രപ്പോസൽസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മളോട് പറയാണ് അഡ്വൈസ് ദ മാനേജ്മെന്റ് ഏത് വേണം സെലക്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ റാങ്ക് ചെയ്യാനായിട്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ഏതിലാണോ കൂടുതൽ നെറ്റ് പ്രസന്റ് വാല്യൂ വരുന്നത് അതായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പ്രോജക്ട്സ് ഹാവിംഗ് ഹയർ NPV ഈസ് പ്രിഫേർഡ്. നമുക്ക് NPVന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. The following details regarding 2 investment proposals are supplied to you. ഇപ്പോൾ 2 പ്രപ്പോസലിന്റെ കേസാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് തന്നിട്ടുണ്ട്. അപ്പം പ്രപ്പോസൽ എക്സിന് 30,000 വൈക്ക് 40,000 രൂപയാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വരുന്നത്. പിന്നെ എസ്റ്റിമേറ്റഡ് ലൈഫ് രണ്ടിനും 5 years എന്നാണ്. സ്ക്രാപ്പ് വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ വരുമ്പം നെറ്റ് പ്രസന്റ് വാല്യൂ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് പറയാം. പിന്നെ പ്രോഫിറ്റ് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ്. അപ്പം എന്താ, ഇത് നമ്മൾ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇൻ കേസ് നിങ്ങൾക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് ആയിട്ട് തരുന്നുണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്സ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് ഡയറക്റ്റ് ആയിട്ട് തന്നെ എടുക്കാം. പക്ഷെ ഇവിടെ നമുക്ക് ഒരു പ്രത്യേകം സ്പെസിഫൈ ചെയ്തിട്ട് ബിഫോർ ഡിപ്രീസിയേഷൻ ആൻഡ് ആഫ്റ്റർ ടാക്സ് തന്നിട്ടുണ്ട്. അപ്പം ഇതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം എന്താ, ടാക്സ് കഴിഞ്ഞിട്ട് ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് ആണ് നമുക്ക് എടുക്കേണ്ടത്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്, നമ്മളെ കുഴപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നേ ഉള്ളൂ ഇത്. അപ്പം എക്സിനെ വൈന് തന്നിട്ടുണ്ട്. 5 വർഷത്തെ ക്യാഷ് ഇൻഫ്ലോ ആണ് തന്നിരിക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ 5,000, സെക്കൻഡ് ഇയറിൽ 10,000 അങ്ങനെ തന്നിട്ടുണ്ട്. പിന്നെന്താ, പ്രസന്റ് വാല്യൂ ഫാക്ടർ തന്നിരിക്കുന്നത് 8% ആണ്. അപ്പോൾ ഈ 8%ന്റെ
പ്രസന്റ് വാല്യൂ ഫാക്ടർ വെച്ചിട്ട് നമ്മൾ ഓരോ വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോന്റെ പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കണം. You are requested to calculate net present value of the two project assuming a discounted rate of 8%. അപ്പോൾ ഡിസ്കൗണ്ട് ചെയ്യുന്ന റേറ്റ് ആണ് 8% നമുക്ക് തന്നിരിക്കുകയാണ്. ആൻഡ് റാങ്ക് ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായിരുന്നു, നെറ്റ് പ്രസന്റ് വാല്യൂ 2 പ്രോജക്റ്റ് വരുന്നുണ്ടെങ്കിൽ ഏതിനാണോ ഏറ്റവും കൂടുതൽ വരുന്നത് അതിനാണ് ഫസ്റ്റ് റാങ്ക് കൊടുക്കേണ്ടത്. പിന്നെന്താ, പ്രസന്റ് വാല്യൂ ഫാക്ടേഴ്സ് നമുക്ക് തന്നിട്ടുണ്ട്. 5 വർഷത്തിലും തന്നിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയർ, ഫിഫ്ത്ത് ഇയർ. അപ്പം നമുക്ക് ആദ്യം പ്രോജക്റ്റ് എക്സിൻ്റെ കാണാം. അപ്പം എന്താ, നമ്മുടെ കാൽക്കുലേഷൻ ഓഫ് നെറ്റ് പ്രസന്റ് വാല്യൂ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ചെയ്യുക. 5 വർഷത്തെയും താഴെയായിട്ട് ഇയർ കൊടുക്കണം. ക്യാഷ് ഇൻഫ്ലോ ഓരോ വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോ നേരെ കൊടുക്കണം. ഫസ്റ്റ് ഇയർ 5,000, സെക്കൻഡ് ഇയർ 10,000, തേർഡ് ഇയർ 12,000, ഫോർത്ത് ഇയർ 8,000, ഫിഫ്ത്ത് ഇയർ 5,000. ഈ എക്സ്ട്രാ വന്നിരിക്കുന്ന 2,000 എന്താണ്, സ്ക്രാപ്പ് വാല്യൂ ആണ്. അപ്പോൾ സ്ക്രാപ്പ് വാല്യൂ നമ്മളൊരു ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് വേണം നെറ്റ് പ്രസന്റ് വാല്യൂവിൽ ചെയ്യാനായിട്ട്. ഇനി ഇത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണം. ഡിസ്കൗണ്ട് ചെയ്യാനായിട്ട് ഒരു പ്രസന്റ് വാല്യൂ ഫാക്ടർ വേണം അല്ലേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിൽ 8% തന്നിട്ടുണ്ടായിരുന്നു. അത് നേരെ എഴുതുക. എന്നിട്ട് പ്രസന്റ് ക്യാഷ് ഇൻഫ്ലോ കാണാനായിട്ട് നമ്മുടെ ക്യാഷ് ഇൻഫ്ലോനെ പ്രസന്റ് വാല്യൂ ഫാക്ടറോട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡിസ്കൗണ്ടഡ് വാല്യൂ കിട്ടും. അങ്ങനെ 5 വർഷത്തെയും കാൽക്കുലേറ്റ് ചെയ്യണം. നമ്മുടെ സ്ക്രാപ്പ് വാല്യൂ എപ്പോഴും നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യേണ്ടത് അവസാനത്തെ വർഷത്തെ പ്രസന്റ് വാല്യൂ ഫാക്ടർ വെച്ചിട്ടാണ്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ വർഷം വരെ എക്കണോമിക് ലൈഫ് അല്ലെങ്കിൽ എസ്റ്റിമേറ്റഡ് ലൈഫ് എന്ന് പറയുന്ന 5ാമത്തെ വർഷം വരെ ഉള്ളതെന്നാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. അപ്പം 5ാമത്തെ വർഷമായിരിക്കും ഇതിൻ്റെ സ്ക്രാപ്പ് വാല്യൂവും കൺസിഡർ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് സെയിം പ്രസന്റ് വാല്യൂ ഫാക്ടർ നമ്മൾ സ്ക്രാപ്പ് വാല്യൂവിലും കൺസിഡർ ചെയ്യുന്നത്. ഇതും ഡിസ്കൗണ്ട് ചെയ്യുക, അതിൻ്റെ പ്രസന്റ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കാം. ഇനി എന്താ ചെയ്യേണ്ടത്, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ടോട്ടൽ എടുക്കണം. അപ്പോൾ 5 വർഷത്തെ പ്രസന്റ് ക്യാഷ് ഇൻഫ്ലോ പ്ലസ് സ്ക്രാപ്പ് വാല്യൂവിൻ്റെ പ്രസന്റ് ക്യാഷ് ഇൻഫ്ലോയും കൂടെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 33,375 റുപ്പീസാണ് വരുന്നത്, പ്രസന്റ് ക്യാഷ് ഇൻഫ്ലോ ടോട്ടലായിട്ട് വരുന്നത്. ഇനി നമ്മൾ നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്തായിരുന്നു ചെയ്യേണ്ടത്, നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിൽ നിന്ന് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ലെസ് ചെയ്യണം. അപ്പോൾ ക്യാഷ് ഔട്ട്ഫ്ലോ നമ്മൾ പറയുന്നത് എന്താണ്, എസ്റ്റിമേറ്റഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള 30,000 തന്നെയാണ് നമ്മൾ ഔട്ട്ഫ്ലോ ആയിട്ട് എടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ അഡീഷണൽ ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. അപ്പം പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 33,375. നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്, നെറ്റ് പ്രസന്റ് വാല്യൂ ഈസ് ഈക്വൽ ടു പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ലെസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇൻഫ്ലോയുടെ ടോട്ടൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് 33,375 ലെസ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് എത്രയായിരുന്നു, 30,000 അല്ലേ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ക്യാഷ് ഇൻഫ്ലോ കുറയ്ക്കുമ്പോൾ കിട്ടുന്ന 3,375 ആണ് നെറ്റ് പ്രസന്റ് വാല്യൂ വരുന്നത്. അപ്പോൾ ഇതൊരു നെഗറ്റീവ് ഫിഗർ അല്ല, പോസിറ്റീവ് ഫിഗർ ആണ്. അപ്പം നമുക്കിത് എടുക്കാം, അക്സെപ്റ്റ് ചെയ്യാവുന്നൊരു പ്രോജക്റ്റാണ്. ഇനി എന്താ, സെക്കൻഡ് പ്രോജക്റ്റും ഇതുപോലെ തന്നെ നമ്മൾ ഓരോ വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോ ഡിസ്കൗണ്ട് ചെയ്യണം. ഡിസ്കൗണ്ട് ചെയ്യേണ്ട ഫാക്ടർ 8% ആണ്. ഡിസ്കൗണ്ട് ചെയ്തിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കാം. അങ്ങനെ പ്രോജക്റ്റ് പൈൻ്റെ ക്യാഷ് ഇൻഫ്ലോ ഫസ്റ്റ് ഇയർ 20,000, സെക്കൻഡ് ഇയർ 13,000, തേർഡ് ഇയർ 8,000, പിന്നെ 5,000, 2,000. ലാസ്റ്റ് വരുന്ന 5,000 എന്ന് പറയുന്ന വൈക്കും സ്ക്രാപ്പ് വാല്യൂ വരുന്നുണ്ട്. ഇൻ കേസ് വൈക്ക് സ്ക്രാപ്പ് വാല്യൂ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. പക്ഷെ വൈക്കും സ്ക്രാപ്പ് വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ അവസാനത്തെ വർഷത്തെ പ്രസന്റ് വാല്യൂ ഫാക്ടർ വെച്ചിട്ട് വേണം അതും ഡിസ്കൗണ്ട് ചെയ്യാനായിട്ട്. എന്നിട്ട് എന്താ, ഇതിൻ്റെ അത്രയും ടോട്ടൽ കാണാം. ഇവിടെ നമുക്ക് ടോട്ടൽ വരുന്നത് 44,455 ആണ്. നമ്മുടെ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 40,000 ആണ്. അപ്പോൾ നെറ്റ് പ്രസന്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ലെസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പം നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ലെസ് ചെയ്യുമ്പം 4,455 രൂപയാണ് വരുന്നത് നെറ്റ് പ്രസന്റ് വാല്യൂ. ഇതുകൊണ്ട് തീർന്നിട്ടില്ല. നമ്മുടെ പ്രോജക്റ്റ് 2 റാങ്ക് ചെയ്യാനായിട്ടും പറഞ്ഞിട്ടുണ്ട്, റാങ്ക് ദം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റാങ്ക് ചെയ്യുന്ന എങ്ങനെയാ, ഏതിനാണ് കൂടുതൽ കിട്ടിയെന്ന് വെച്ചാൽ അതല്ല റാങ്ക് ചെയ്യേണ്ടത്. നമ്മുടെ ഫസ്റ്റ് പ്രോജക്റ്റിൽ നെറ്റ് പ്രസന്റ് വാല്യൂ വരുന്നത്
3375. സെക്കൻഡ് പ്രോജക്റ്റിലെ അപ്പോൾ കൂടുതൽ കിട്ടുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് സെക്കൻഡ് റാങ്ക് കൊടുക്കാം, റാങ്ക് 2. ഇതിന് നമുക്ക് ഫസ്റ്റ് റാങ്കും കൊടുക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. എ ഫേം proposes to buy one mission X. The relevant details are given below. ഇപ്പോൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് 60,000 രൂപ. ഇത് തന്നെയാണ് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വല്ലതും തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും ഡിസ്കൗണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഒന്നും വന്നിട്ടില്ല. ഇനി എന്താ ക്യാഷ് ഇൻഫ്ലോ നോക്കാം. പക്ഷേ ഇവിടെ ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ബട്ട് ബിഫോർ ടാക്സ് ആണ് തന്നിരിക്കുന്നത്. നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ക്യാഷ് ഇൻഫ്ലോ എങ്ങനെ ആയിരിക്കണം? ബിഫോർ ഡിപ്രീസിയേഷൻ ആഫ്റ്റർ ടാക്സ് ആണ്. പക്ഷേ ഇവിടെ ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ട് പക്ഷേ ടാക്സിന് മുമ്പ് ഉള്ള ക്യാഷ് ഇൻഫ്ലോ ആണ് തന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് ഇതിൽ നിന്ന് ലെസ്സൺ ചെയ്യണം, ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുകയും വേണം. അപ്പോൾ 3 വർഷത്തെ ലൈഫ് ഈ ഒരു പ്രോജക്റ്റിനുള്ളൂ. അപ്പോൾ ഓരോ വർഷത്തെയും ഏണിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. കോൺസ്റ്റന്റ് ആണല്ലേ, 15,000 ആണ് ഓരോ വർഷവും ആനുവൽ ഏണിങ്സ് ആയിട്ട് കിട്ടുന്നത്. ഇനി റേറ്റ് ഓഫ് ഡിസ്കൗണ്ട് തന്നിട്ടുണ്ട്, റേറ്റ് ഓഫ് ഇൻകം ടാക്സ് തന്നിട്ടുണ്ട്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻകം ടാക്സ് തന്നെ വന്നിരിക്കുന്നത് നമുക്ക് ടാക്സ് കണ്ടുപിടിക്കാനും ഈ ക്യാഷ് ഇൻഫ്ലോയിൽ നിന്ന് കുറയ്ക്കാനും വേണ്ടിയിട്ടാണ് ഈ റേറ്റ് തന്നിരിക്കുന്നത്. പിന്നെ അഡ്വൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രസന്റ് വാല്യൂ ഫാക്ടർ 15% തന്നിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഓരോന്നിൻ്റെയും നമുക്ക് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഡിപ്രീസിയേഷൻ എത്ര വരുന്നതെന്ന് നോക്കാം. ഡിപ്രീസിയേഷൻ കാണാനായിട്ട് നമ്മുടെ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എസ്റ്റിമേറ്റഡ് ലൈഫ്. ഇവിടെ സ്ക്രാപ്പ് വാല്യൂ ഒന്നും വരുന്നില്ല, അതുകൊണ്ട് 60,000 ഡിവൈഡഡ് ബൈ 3 ഇത്ര കിട്ടുന്നത് 20,000 ആണ് നമ്മുടെ ഡിപ്രീസിയേഷൻ. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ഡിപ്രീസിയേഷൻ നമ്മൾ തിരിച്ച് ആഡ് ചെയ്യേണ്ട ഒരു കാര്യമാണല്ലേ. അപ്പം അതിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ടാക്സും കൂടെ കണ്ടുപിടിക്കണം. അപ്പോൾ ടാക്സ് കണ്ടുപിടിക്കുന്നത് ഏത് വാല്യൂവിൽ നിന്നാണ്? പ്രോഫിറ്റിൽ നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള വാല്യൂവിൻ്റെ ഇത്ര ശതമാനമാണ് ടാക്സ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഡിപ്രീസിയേഷൻ കഴിഞ്ഞിട്ടുള്ള വാല്യൂ ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഇതിന് ഡയറക്റ്റ് എത്ര രൂപയായിരിക്കും ടാക്സ് വരുന്നതെന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ടാക്സിൻ്റെ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 50%, വരുന്നത് 7,500. അപ്പോൾ ഈ 7,500 ലെസ് ചെയ്യുക. ഓരോ വർഷത്തെയും ക്യാഷ് ഇൻഫ്ലോയിൽ നിന്ന് 7,500 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര തന്നെ കിട്ടുന്നത്? 7,500 അല്ലേ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? പ്രോഫിറ്റ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സ് കിട്ടും. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുക. ഡിപ്രീസിയേഷൻ എത്ര രൂപയായിരുന്നു? 20,000 നമ്മൾ കണ്ടുപിടിച്ചത്. അത് നമ്മൾ തിരിച്ച് ആഡ് ചെയ്യുക. ഇപ്പോൾ കാൽക്കുലേഷൻ ഓഫ് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്നും പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ ചെയ്യുക. 3 വർഷമുണ്ട്, ഇയർ കൊടുക്കുക. ഏണിങ്സ് ആഫ്റ്റർ ഡിപ്രീസിയേഷൻ ബിഫോർ ടാക്സ് ആണ് ഇത്. അപ്പോൾ ഏണിങ്സ് എന്ന് പറഞ്ഞാൽ കൊടുത്താലും മതി, ഈ ഒരു കോളം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഏണിങ്സ് എടുക്കുക. എന്നിട്ട് ടാക്സ് എത്ര രൂപയാണ് വരുന്നത്? 15,000ൻ്റെ 50%, 7,500 രൂപയാണ് ടാക്സ് വരുന്നത്. ഡിപ്രീസിയേഷനും നേരെ നേരെ എഴുതുക. അപ്പോൾ ഏണിങ്സിൽ നിന്ന് ടാക്സ് കുറച്ച് കഴിഞ്ഞാൽ 7,500 രൂപ കിട്ടി. അതിൻ്റെ കൂടെ ഡിപ്രീസിയേഷൻ ആഡ് ബാക്ക് ചെയ്യുമ്പം 27,500 രൂപ കിട്ടിയല്ലേ. ഇനി നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യണം. ഡിസ്കൗണ്ട് ചെയ്യേണ്ട ഫാക്ടർ എന്ന് പറയുന്നത് 15%. അപ്പോൾ എന്താ? പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ ആറ്റ് 15%. നമ്മൾ ഓരോ വർഷത്തെ നേരെ നേരെ എഴുതിയിട്ട് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ടോട്ടൽ എല്ലാം കൂടെ കാണണം. അപ്പോൾ നമുക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ആയിട്ട് 62,810 രൂപയാണ് വരുന്നത്. അടുത്ത സ്റ്റെപ്പ് എന്താ? നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കണം. നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഇസ് ഈക്വൽ ടു പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ലെസ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പോൾ നമ്മുടെ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് അത് 60,000 രൂപയായിരുന്നു. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ലെസ് ചെയ്യുമ്പം 2,810 നെറ്റ് പ്രസൻറ്റ് വാല്യൂ ആയിട്ട് കിട്ടുന്നത്. നമ്മൾ അഡ്വൈസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊരു പോസിറ്റീവ് ഫിഗർ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രപ്പോസൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് എന്ത് ചെയ്യാം? ഈ ഒരു പ്രപ്പോസൽ പ്രിഫർ ചെയ്യാനായിട്ട് അഡ്വൈസ് ചെയ്യാം. അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് നോക്കാം. ക്യാഷ് ഇൻഫ്ലോസ് ഓഫ് എ സർട്ടൻ പ്രോജക്റ്റ് അലോങ് വിത്ത് ക്യാഷ് ഔട്ട്ഫ്ലോസ് ആർ ഗിവൺ ബിലോ. അപ്പം 5 വർഷത്തെ ലൈഫ് ഉള്ളൊരു പ്രോജക്റ്റാണിത്. ഔട്ട്ഫ്ലോയും തന്നിട്ടുണ്ട്, ഇൻഫ്ലോയും തന്നിട്ടുണ്ട്. എന്തിനാണ് എക്സ്ട്രാ ഒരു ഔട്ട്ഫ്ലോ തന്നതെന്ന് മനസ്സിലായി. ഇതെന്ന് പറയുന്നത് നമ്മുടെ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇതാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്. അതുകൊണ്ടാണ് ഇയർ 0ൻ്റെ നേരെ ഈ ഔട്ട്ഫ്ലോ വന്നിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടൊരു 30,000 റുപ്പീസ് വരുന്നുണ്ട്. ഇത് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ആയിരിക്കും.
ഔട്ട്ഫ്ലോ എപ്പോഴും തരുന്നത്. അപ്പോൾ ഈ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഡിസ്കൗണ്ടഡ് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യനിൽ സെപ്പറേറ്റ് ആയിട്ട് ഒരു അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ടെന്ന് പറയുവാണെങ്കിൽ ഏത് വർഷമാണ് ആ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നേ നോക്കിയിട്ട് ആ വർഷത്തെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ ഇൻഫ്ലോ നമുക്ക് തന്നിട്ടുണ്ട്, 5 വർഷത്തെ ഇൻഫ്ലോയും തന്നിട്ടുണ്ട്. പിന്നെന്താ, ദ സാൽവേജ് വാല്യൂ അറ്റ് ദ എൻഡ് ഓഫ് ദ 5th ഇയർ ഈസ് 40,000. അപ്പം സ്ക്രാപ്പ് വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ ആ സ്ക്രാപ്പ് വാല്യൂ നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂവിൽ ഡിസ്കൗണ്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ കാൽക്കുലേറ്റ് ദ നെറ്റ് പ്രസൻറ്റ് വാല്യൂ. ഇവിടെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ എന്ന് പറയുന്നത് 10%. ഈ 10%ലാണ് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് ഇയറിൽ 0.909, സെക്കൻഡ് ഇയറിൽ 0.826, അങ്ങനെ 5 വർഷത്തേതും നമുക്ക് പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വരയ്ക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഇപ്പോൾ ഇയർ കൊടുക്കുക 0, 1. ക്യാഷ് ഔട്ട്ഫ്ലോ ഫസ്റ്റ് നമ്മൾ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് 1,50,000 രൂപയാണ്. അത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇല്ല, കാരണം അത് പ്രസൻറ്റ് വാല്യൂ തന്നെയാണ് തന്നിരിക്കുന്നത്, ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്നത്. ഇപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഓഫ് ഫസ്റ്റ് ഇയർ 1,50,000 രൂപ തന്നെയാണ് കിട്ടുന്നത്. ഇനി എന്താ, ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടാണ്ട് ഫസ്റ്റ് ഇയറിലൊരു അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് 30,000 റുപ്പീസ് വരുന്നുണ്ട്. ഇത് നമ്മൾ ഡിസ്കൗണ്ട് ചെയ്യേണ്ട ഒരു ഐറ്റം ആണ്. അപ്പോൾ ഫസ്റ്റ് ഇയറിലെ ഡിസ്കൗണ്ട് റേറ്റ് എത്ര? പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ അറ്റ് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത് 0.909 ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ 10% ആയിട്ടുള്ള 0.909 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രസൻറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ കണ്ടുപിടിക്കണം. എന്നിട്ട് ഇതിന് ടോട്ടൽ ചെയ്യുക. അങ്ങനെ നമുക്ക് ടോട്ടൽ പ്രസൻറ്റ് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിട്ട് 1,77,270 രൂപ വരും. ഇനി എന്ത് ചെയ്യണം? പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും കൂടെ കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോ വർഷത്തെയും പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിച്ചാലായിട്ട് മതി. പിന്നെ എന്താ, ഇവിടെ സ്ക്രാപ്പ് വാല്യൂ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ എപ്പോഴും സ്ക്രാപ്പ് വാല്യൂ ഉണ്ടോ എന്ന് തന്നെ നോക്കണം. 40,000 രൂപയാണ് നമുക്ക് സ്ക്രാപ്പ് വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ അത് ഡയറക്റ്റായിട്ട് എടുത്തിട്ട് അവസാനത്തെ വർഷത്തെ പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതുകൊണ്ടാണ് 5th ഇയറിലും ഈ നമ്മൾ സ്ക്രാപ്പ് വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രസൻറ്റ് വാല്യൂ ഫാക്ടർ സെയിം ആയിട്ടിരിക്കുന്നത്. എന്നിട്ട് എന്താ, പ്രസൻറ്റ് ക്യാഷ് ഇൻഫ്ലോ കണ്ടുപിടിക്കണം. അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ ടോട്ടൽ കണ്ടുപിടിക്കാം. അപ്പം പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 1,77,270 രൂപയും അപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 1,86,130 രൂപയാണ്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിൽ നിന്ന് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ കുറയ്ക്കാം. അപ്പോൾ NPV നമുക്ക് കിട്ടുന്നത് ഇവിടെ 8,860 റുപ്പീസാണ്. അടുത്ത് നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് എ റേഷ്യോ ഓഫ് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഇൻഫ്ലോ ടു ദ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയും ടോട്ടൽ കണ്ടുപിടിച്ച് വെക്കും അല്ലേ. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. നമ്മൾ ന്യൂമറേറ്റർ ആയിട്ട് എടുക്കുന്ന പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കുന്ന പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയും ആണ്. ഈ കിട്ടുന്ന പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1ന് മേളിലാണെങ്കിൽ മാത്രമേ നമ്മൾ ഈ പ്രപ്പോസൽ എടുക്കത്തുള്ളൂ, അക്സെപ്റ്റ് ചെയ്യത്തുള്ളൂ. ഇൻ കേസ് 2-2-ലധികമോ അല്ലെങ്കിൽ മ്യൂച്വൽ എക്സ്ക്ലൂസീവ് പ്രപ്പോസൽസ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ഏതിനാണ് കൂടുതൽ ഇൻഡെക്സ് ഉള്ളത് അതായിരിക്കും നമ്മൾ എടുക്കുന്നത്. നെറ്റ് പ്രസൻറ്റ് വാല്യൂൻ്റെ കേസിൽ എന്തായിരുന്നു? ഏതിനാണ് ഏറ്റവും കൂടുതൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ വരുന്നത് അതായിരിക്കും എടുക്കുന്നത്. അതുപോലെ തന്നെ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ പ്രപ്പോസൽ എടുക്കത്തില്ല. ഇപ്പം പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാണാനായിട്ട് ഞാൻ പ്രത്യേകം ഒരു പ്രോബ്ലം ചെയ്ത് പോകുന്നില്ല. നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്തത് അത് വെച്ചിട്ട് തന്നെ നമുക്ക് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എങ്ങനെ കാണുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്ത പ്രോബ്ലത്തിനകത്ത് 2 പ്രോജക്റ്റ് ഉണ്ടായിരുന്നു, പ്രോജക്റ്റ് എക്സും പ്രോജക്റ്റ് 5. അപ്പോൾ നമ്മൾ പ്രോജക്റ്റ് എക്സിൻ്റെ പ്രസൻറ്റ് ക്യാഷ് ഇൻഫ്ലോയുടെ ടോട്ടൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു 33,375 രൂപയും. ആ പ്രോജക്റ്റിൻ്റെ ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 30,000 രൂപയാണ്. അപ്പം നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാണാനായിട്ടുള്ള ഇക്വേഷൻ ഈ ഒരു പ്രോജക്റ്റിലേക്ക് ഇട്ട് കൊടുക്കാം. 33,375 രൂപയാണ് നമ്മുടെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ വരുന്നത്. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. ഡിവൈഡഡ് ബൈ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് 30,000 രൂപ.
അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന എമൗണ്ട് ആണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. 1.11 എന്ന് കിട്ടി. ഇതിൻ്റെ അർത്ഥം എന്താ, നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോനെക്കാട്ടിലും 11 ടൈംസ് നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഇൻക്രീസ് ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. അപ്പോൾ അത്രയുള്ള പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് കാണാനായിട്ട് നമ്മുടെ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എത്രയാണ് കിട്ടുന്നത് അതേ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം.